ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളുടെ ഫോണിൽ പലതരം ഓപ്ഷനുകൾ ഉണ്ട് അല്ലേ? പല അപ്ലിക്കേഷൻസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അറിയാത്ത ഒരു സാധനം നമ്മുടെ ഫോണിന്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ സാധാരണ ഒന്നോ രണ്ടോ മൊബൈലുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഓപ്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഉപയോഗിക്കുന്ന നമുക്ക് എല്ലാവർക്കും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഫോണിൽ നമുക്കറിയാം നിരവധി അപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് പ്ലേ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആ പ്ലേ സ്റ്റോറിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ കാണിച്ചു തരാം. അതിന് നമ്മൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഏറ്റവും മുകളിലെ പ്രൊഫൈലിലേക്കുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് രണ്ട് ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. ഏറ്റവും മുകളിൽ ഓവർവ്യൂ, അതുപോലെ തന്നെ മാനേജ് പറയുന്ന രണ്ട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഓവർവ്യൂ അല്ല, അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന മാനേജ് നമ്മൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഈ മാനേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ താഴേക്ക് വന്നിരിക്കുന്ന ജിമെയിൽ, ഫേസ്ബുക്ക്, ഇതൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഇതെല്ലാം ഈ ഫോണിലുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ നോക്കി നോക്കുക. ഇനി നോക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിസ് ഡിവൈസ് എന്ന് കാണിക്കുന്നുണ്ടല്ല, ആ ദിസ് ഡിവൈസിന്റെ അവിടെ ഒരു ഏറോ മാർക്ക് കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് ദിസ് ഡിവൈസും അതിന്റെ തൊട്ട താഴെ സാംസങ് എന്ന് പറഞ്ഞിരിക്കുന്നത് വേറൊരു ഫോണും. അതായത് എനിക്ക് രണ്ട് ഫോണുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ഫോണിലേക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ രണ്ടാമത്തെ സാംസങ്ങിലേക്ക് മാറ്റി കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇതിലുള്ള അപ്ലിക്കേഷൻസ് വേറെയാണ്. അപ്പൊ അതെന്താണ് സംഗതി? എനിക്ക് ഒരു ഫോണിൽ നിന്നുകൊണ്ട് തന്നെ എന്റെ മറ്റേ ഫോണിലുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാനും അത് മാനേജ് ചെയ്യാനും പറ്റും. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡി രണ്ട് ഫോണിലും ഒരേ ഐ ഡി ആയിരിക്കണം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എൻ്റെ മറ്റേ ഫോണിലുള്ള സാംസങ് ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്യാനും മാനേജ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫോണിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ വഴി രണ്ട് ഫോണിലുള്ള അപ്ലിക്കേഷൻസുകളും നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അടിപൊളി ഒരു ഓപ്ഷനാണ്. ഒരൊറ്റ ഫോൺ മതി രണ്ട് ഫോണിലുള്ള അപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യാനും മാനേജ് ചെയ്യാനും. അപ്പൊ എല്ലാവരും ഇതൊന്നും നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്തു നോക്കുക. രണ്ട് ഫോണിലുള്ള ആളുകൾക്ക് ഒരേ സെയിം ഐ ഡി തന്നെ ഉപയോഗിക്കണം എന്ന് മാത്രം.